തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കളം നിറയുകയാണ്. കൊല്ലത്ത് BJP കൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന്റെ പ്രചരണത്തിലേക്ക് കടക്കുകയാണ്. താമരക്കുളം ഡിവിഷനിൽ പ്രണവ് താമരക്കുളമാണ് മത്സരിക്കുന്നത്. പ്രണവിനെ സംബന്ധിച്ച് കൊല്ലത്തിന്റെ രാഷ്ട്രീയ പോരാട്ടങ്ങളിലടക്കം കണ്ട മുഖമാണ്. പ്രണവ് എത്രത്തോളം പ്രതീക്ഷയുണ്ട്? താമരക്കുളം പ്രത്യേകിച്ച് മുൻ മേയറുടെ ഡിവിഷൻ കൂടിയാണ്. 100% പ്രതീക്ഷയാണുള്ളത്. കാരണം മേയറുടെ ഡിവിഷൻ തന്നെ ആയതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ സാധാരണപ്പെട്ട ആളുകൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടിയിട്ടില്ല. അതോടൊപ്പം തന്നെ കൃത്യമായ കുടിവെള്ളമില്ല, മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ള പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല. ഇവിടുത്തെ സാധാരണപ്പെട്ട ആളുകൾ ഇന്ന് ഇവിടെ തന്നെ സമ്പർക്കത്തിന് വേണ്ടി ഇറങ്ങാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാധാരണപ്പെട്ട ആളുകൾക്ക് അവർക്ക് കിട്ടേണ്ട ക്ഷേമ പദ്ധതികളെല്ലാം തന്നെ മാറ്റി ചെലവഴിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മേയറിന്റെ ഡിവിഷനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മേയറിന്റെ ഡിവിഷനായിട്ടുള്ള താമരക്കുളത്ത് തൊട്ടപ്പുറത്ത് ആണ്ടാമുക്കം വയലിൽ അവിടെ മാലിന്യ കൂമ്പാരം ഇട്ടുകൊണ്ട് താമരക്കുളത്തെ ഒരു ബ്രഹ്മപുരമാക്കാനുള്ള ശ്രമം മേയറും കൂട്ടരും കൂടെ നടത്തിയിരുന്നു. പ്രശ്നങ്ങൾ ഓരോന്നും ചൂണ്ടിക്കാട്ടിയായിരിക്കും ഓരോ വീടുകളിലും വോട്ട് അഭ്യർത്ഥിക്കും. തീർച്ചയായിട്ടും ഓരോ അമ്മമാരെയും കുടുംബങ്ങളെയും ഈ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലായിക്കൊണ്ടായിരിക്കും BJP വോട്ട് അഭ്യർത്ഥിക്കുന്നത്. വികസനം മാത്രമാണ് താമരക്കുളത്തെ വികസനം. അതുപോലെ തന്നെ ഓരോ അമ്മമാർക്കും ഓരോ കുടുംബത്തിനും ഒരു കൌൺസിലർ എന്ന രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും BJP മുന്നോട്ട് വരുന്നത്. യുവമോർച്ചയുടെ ജില്ലാധ്യക്ഷൻ കൂടിയായിരുന്നു. എങ്ങനെയുണ്ട് സ്ഥാനാർത്ഥിത്വമൊക്കെ പ്രതീക്ഷിച്ചിരുന്നു? 100% പാർട്ടി തന്ന ഈ സ്ഥാനാർത്ഥിത്തിന് തികഞ്ഞ ആത്മാർത്ഥതയോടെയുള്ള പ്രവർത്തനം നടക്കുന്നത്. പാർട്ടി ഏൽപ്പിച്ച ദൌത്യം മുൻപ് എനിക്ക് യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന വേളയിൽ തന്നെ എനിക്ക് പള്ളിത്തോട്ടത്ത് സ്ഥാനാർത്ഥിത്വം നൽകിയിരുന്നു. അവിടെ പാർട്ടി നിയോഗിച്ചതിന് ശേഷമാണ് അവിടെ പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ അവിടെ ഒരു മിന്നൽ പ്രവർത്തനം നടത്തുവാൻ നമുക്ക് സാധിച്ചിരുന്നു. അതേ കണക്ക് അത് കണ്ടുകൊണ്ട് തന്നെയാണ് പാർട്ടി തികഞ്ഞ ഉത്തമ വിശ്വാസത്തോടെ എന്നെ ഏൽപ്പിച്ചത്. ഇവിടെ താമരക്കുളം ബാലികാറാമലയാകില്ല, ഒരിക്കലുമില്ല. ഏതിനൊപ്പം താമരക്കുളം ഉണ്ട്. അതാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ഇറങ്ങിയപ്പോൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പ്രണവ് പ്രകാശ് എന്നായിരുന്നു പേര്. എന്നാൽ പൊതുപ്രവർത്തന രംഗത്തിലേക്ക് വന്നപ്പോൾ എന്റെ നാടിനോടൊപ്പം, ഞാൻ താമസിക്കുന്ന നാടിനോടൊപ്പം എന്റെ പേര് അതിനോടൊപ്പം ചേർത്ത് വെക്കണമെന്ന് കണ്ടുകൊണ്ടാണ് പ്രണവ് താമരക്കുളം എന്നാക്കിയത്. ഏതൊരു പ്രവർത്തനങ്ങളിൽ ഇടപെടുമ്പോഴും എന്റെ നാടിന്റെ പേര് എന്നോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് ആ പേരിന് കളങ്കം ഉണ്ടാവരുത് എന്നുള്ള പ്രവർത്തനം കൊണ്ട് തന്നെയാണ് അത് ഹൃദയത്തിൽ ചേർത്തുകൊണ്ട് താമരക്കുളത്തിന്റെ. സ്വാഭാവികമായും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോഴേ ഈ നാട്ടുകാരെ മറന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് പലപ്പോഴും പല രാഷ്ട്രീയക്കാരും നടത്തുക. പ്രണവ് എങ്ങനെയാണ് അതിന്റെ ഒരു രീതി എങ്ങനെയാണ്? അല്ല, നമ്മൾ നാട്ടുകാരെ മറന്നിട്ടില്ല. നമുക്ക് അമ്മമാർക്ക് തന്നെ അറിയാം. കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ആയുഷ്മാൻ ഭാരതിന്റെ കാർഡുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാണ്. എല്ലാ അമ്മമാരും നമ്മുടെ അമ്മമാരെ പോലെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യമായിട്ട് ഇവിടെ തന്നെ സ്ഥാനാർത്ഥിത്വം കിട്ടിയപ്പോൾ തന്നെ വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി വന്ന അമ്മയെ സഹായിക്കണം, വോട്ട് നൽകണം. BJPക്ക് എല്ലാ പദ്ധതികളും ആയുഷ്മാൻ ഭാരത് പോലെ എല്ലാ പദ്ധതികളും ഇവിടെ നാട്ടിൽ നടപ്പിലാക്കും. മകൾക്ക് സുകന്യാ സമൃദ്ധി പദ്ധതി നടപ്പിലാക്കും. 24 മണിക്കൂറും കുടിവെള്ളം, അതേ കണക്ക് എല്ലാ വികസനത്തിനും അമ്മയുടെ മകനെ പോലെ കണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വോട്ടോടെ തികഞ്ഞ വിജയ പ്രതീക്ഷ തന്നെയാണ്. 100% വിജയം. അത് അട്ടിമറിയാണ് ഇപ്പോൾ സ്വാഭാവികമായും. അട്ടിമറി എന്ന് പറയുന്നതല്ല. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി 1995 രാമരാജ് റെഡ്ഡിയാർ എന്ന് പറയുന്ന BJPയുടെ കൌൺസിൽ ഇവിടെ ജയിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വികസനം ഇന്നും ജനങ്ങൾ ഓർത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 1995 ഞാൻ ജനിച്ചത്. അപ്പോൾ 2025 30 വർഷം കഴിയുമ്പോഴേക്കും ഇതൊരു നിയോഗമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ നാട്ടിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. ഈ നാട്ടിലെ ഓരോ ആളുകളും ഭാരതീയ ജനതാ പാർട്ടിക്ക് അവരെ വിരൽത്തുമ്പുകൾ കൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഇവിടുത്തെ സാധാരണപ്പെട്ട ആളുകളെ വികസനത്തിന്റെ മുരടിപ്പിലേക്ക് കൊണ്ടുവന്നവർക്ക് വെടിയുണ്ടകളെ പോലുള്ള വിരൽത്തുമ്പുകൾ കൊണ്ട് മറുപടി കൊടുക്കുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. എല്ലാവിധ ആശംസകളും വീണ്ടും കാണാം. സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലേക്ക് കടക്കുകയാണ്. BJP സംബന്ധിച്ച് അത് വലിയ പ്രതീക്ഷയോടുള്ള പോരാട്ടമാണ് താമരക്കുളത്ത് നടക്കുന്നത്. പ്രണവ് അടക്കമുള്ള BJPയുടെ സ്ഥാനാർത്ഥികൾ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രചരണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്.